ത്രിയേക ദൈവത്തിന് സ്തുതി. ക്രിസ്തു യേശുവിൽ ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം. അഗാപ്പൻ ബ്ലെസ്സിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വന്തം ജീവിതത്തിലെ കഠിനമായ വേദനകളും പ്രയാസങ്ങളും കാരണം മനസ്സ് മടുത്ത് മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയാതെ നമ്മൾ പലപ്പോഴും സ്വാർത്ഥരായി ജീവിക്കാറില്ലേ? വലിയൊരു സാമ്പത്തിക തകർച്ചയിലോ ശാരീരിക വേദനയിലോ നിൽക്കുമ്പോൾ മറ്റുള്ളവരെ സഹായിക്കാൻ പോലും നമുക്ക് സാധിക്കാറുണ്ടോ? കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, സ്വന്തം വേദനയുടെ കഠിനമായ നിമിഷത്തിലും മറ്റുള്ളവരുടെ വേദനയെ കാണാനും അവരെ കരുതാനും നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ ദൈവിക സ്നേഹത്തിൻ്റെ വചനമാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത്. വിശുദ്ധ യോഹന്നാൻ 19:26-27 വചനം ഇപ്രകാരം പറയുന്നു: യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും നിൽക്കുന്നത് കണ്ടിട്ട്, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ എന്ന് അമ്മയോട് പറഞ്ഞു. പിന്നെ ശിഷ്യനോട്, ഇതാ നിന്റെ അമ്മ എന്നും പറഞ്ഞു. ആ നാഴിക മുതൽ ആ ശിഷ്യൻ അവളെ തൻ്റെ വീട്ടിൽ കൈക്കൊണ്ടു. കാൽവരി ക്രൂശിൽ ജീവനും മരണത്തിനുമിടയിൽ കഠിനമായ വേദന അനുഭവിച്ച് കിടക്കുമ്പോഴാണ് കർത്താവ് താഴെ നിൽക്കുന്ന തൻ്റെ അമ്മയായ വിശുദ്ധ മറിയയെയും പ്രിയ ശിഷ്യനായ യോഹന്നാനെയും കാണുന്നത്. അവൻ അനുഭവിക്കുന്ന ആ വേദന സഹിക്കാനാവാത്ത ആ വേദനകൾക്കിടയിലും യേശു സ്വന്തം കാര്യം ഓർത്തല്ല സങ്കടപ്പെട്ടത്, മറിച്ച് തൻ്റെ അമ്മയുടെ ഭാവി സുരക്ഷിതമാക്കാനാണ് അവൻ ശ്രദ്ധിച്ചത്. ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നു, നമ്മുടെ വലിയ വേദനകൾക്കിടയിലും മറ്റുള്ളവരെ സ്നേഹിക്കാനും കരുതാനും കഴിയുന്നതാണ് യഥാർത്ഥ ആത്മീയ ജീവിതം എന്ന്. കർത്താവിൻ്റെ വേദനയിലും യേശു മറ്റുള്ളവരെ കുറിച്ച് ചിന്തിച്ചു. ക്രൂശിൽ കിടന്നിരുന്ന യേശുവിന് സ്വന്തം വേദനയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാമായിരുന്നു. എന്നാൽ വേദനകൾ വരുമ്പോൾ നമ്മൾ പലപ്പോഴും സ്വാർത്ഥരായി മാറിപ്പോകാറില്ലേ? എന്നാൽ അവൻ അങ്ങനെ ചെയ്തില്ല. തൻ്റെ മാതാവിൻ്റെ ഭാവിയും സുരക്ഷയും അവൻ കരുതി. ഇത് നമ്മെ ഒരു വലിയ പാഠം പഠിപ്പിക്കുന്നു. യഥാർത്ഥ സ്നേഹം സ്വന്തം വേദനയേക്കാൾ മറ്റുള്ളവരുടെ നന്മയെ വിലമതിക്കുന്നതാണ് എന്ന്. കുടുംബ ഉത്തരവാദിത്വം ദൈവത്തിന് എന്നും വിലപ്പെട്ടതാണ്. യേശു തൻ്റെ മാതാവിന് മറന്നില്ല. അവളുടെ സംരക്ഷണത്തിനായി യോഹന്നാനെ ചുമതലപ്പെടുത്തി. എന്നാൽ യേശു ക്രൂശിൽ കിടന്നുകൊണ്ട് നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ പ്രയാസങ്ങളെക്കാൾ വലിയ ഉത്തരവാദിത്വം നമുക്ക് ചുറ്റുമുള്ളവരോടുണ്ട് എന്നതാണ്, പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കളോട്. ഇതിലൂടെ കുടുംബ ബന്ധങ്ങൾക്കും മാതാപിതാക്കളെ ആദരിക്കേണ്ടതിനും ദൈവം നൽകുന്ന പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇന്ന് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം, നമ്മുടെ മാതാപിതാക്കളെ കരുതാൻ, അവരെ സഹായിക്കാൻ, ചേർത്ത് നിർത്താൻ നമുക്ക് സാധിക്കാറുണ്ടോ? അതോ മറ്റുള്ളവരെ പോലെ നമ്മൾ എൽഡർലി ഹോമിലും റിട്ടയർമെന്റ് ഹോമിലും തള്ളുന്നവരാണോ? ക്രിസ്തുവിൽ നാം ഒരു പുതിയ കുടുംബമാണ്. കർത്താവ് ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നത് രക്തബന്ധം മാത്രമല്ല, വിശ്വാസത്തിൻ്റെ കുടുംബം എന്ന സത്യത്തെയും വെളിപ്പെടുത്തുന്നു. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവരും ദൈവത്തിൻ്റെ മക്കളും പരസ്പരം സഹോദരങ്ങളും സഹോദരിയും മാതാവും പിതാവുമാണ്. അതുകൊണ്ട് സ്നേഹത്തോടെയും കരുതലോടെയും പരസ്പരം ജീവിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. സ്നേഹം വാക്കുകളിൽ മാത്രമല്ല, അത് പ്രവൃത്തിയിലും കാണുന്നു. യോഹന്നാൻ യേശുവിൻ്റെ വാക്ക് കേട്ടു. അന്നു മുതൽ അവൻ, ആ ശിഷ്യൻ, അവളെ സ്വന്തം വീട്ടിൽ സ്വീകരിച്ചു. യോഹന്നാൻ കേട്ടത് അനുസരിച്ചു. ഇതാണ് യഥാർത്ഥ വിശ്വാസം. സ്നേഹം പറയുന്നതല്ല, പ്രവർത്തിക്കുന്നതിലാണ്. മറ്റുള്ളവരുടെ തകർച്ചയിൽ താങ്ങായി നിൽക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ വേദനകളെ മാറ്റാൻ ദൈവത്തിന് സാധിക്കും. അവൻ്റെ സ്നേഹവും സാർത്ഥതയില്ലാത്ത മാതൃകയും ഉൾക്കൊണ്ട് മുൻപോട്ട് പോയാൽ ഒരു പ്രയാസത്തിനും നമ്മെ തളർത്താൻ കഴിയുകയില്ല. നമ്മൾ സ്വയമായിട്ടൊന്ന് ചോദിക്കുക, നമ്മുടെ മാതാപിതാക്കളെ, നമ്മുടെ സഹോദരി സഹോദരങ്ങളെ നമുക്ക് ചേർത്ത് നിർത്താൻ സാധിക്കാറുണ്ടോ? അതോ ഈ ലോകത്തിൻ്റെ ഇമ്പങ്ങളിൽ മുഴുകി, ഈ ലോകത്തിൻ്റെ സാഹചര്യങ്ങളിൽ മുഴുകി, ഈ ലൗകികമായ ചിന്തകളിൽ മാത്രം മുഴുകി അവരെ ഒരു സൈഡിലേക്ക് മാറ്റി നിർത്തുകയാണോ ചെയ്യുന്നത്? നമുക്ക് പണമില്ലാതിരുന്ന കാലത്ത് ഇവരെല്ലാവരും നമുക്ക് ആവശ്യമായിരുന്നു. പണമുണ്ടായി, സമ്പത്തുണ്ടായി, സാഹചര്യങ്ങളുണ്ടായി. എൻ്റെ വീട്ടിൽ എൻ്റെ പിതാവിനെ ശുശ്രൂഷിച്ചാൽ അവരെ വൃത്തികേടാക്കും, മണമുണ്ടാകും. സാഹചര്യങ്ങൾ മാറി, സന്ദർഭങ്ങൾ മാറി. നമ്മൾ തന്നെ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. എൻ്റെ കുടുംബത്തെ എനിക്ക് സ്നേഹിക്കാനും കരുതാനും സാധിക്കാറുണ്ടോ? മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ കാണാൻ ഞാൻ തയ്യാറായിട്ടുണ്ടോ? ക്രിസ്തുവിൻ്റെ സ്നേഹം എൻ്റെ ജീവിതത്തിൽ പ്രവൃത്തിയിലൂടെ പ്രകടമാക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ? കർത്താവിൻ്റെ മാതൃക നമുക്ക് തുടരാം, സ്നേഹിക്കാം, കരുതാം, സേവിക്കാം. കാരണം കർത്താവ് സ്നേഹമാണ്. കർത്താവ് തൻ്റെ കരുണയും സ്നേഹവും നമ്മുടെ ജീവിതങ്ങളിൽ നിറച്ച് മറ്റുള്ളവർക്ക് അനുഗ്രഹമായ ഒരു ജീവിതം നയിക്കാനുള്ള കൃപ ഇന്ന് നമുക്ക് നൽകട്ടെ. ആമേൻ.